ഹായ് ഹലോ, കണ്ണിനും കണ്ണാടിക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് സോയ ചങ്ക്സ് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയാലോ. ഇപ്പോൾ ഞാൻ സവാളയൊക്കെ വഴട്ടാൻ തുടങ്ങിയപ്പോഴേ വീഡിയോ എടുക്കാൻ ആലോചിച്ചേ. ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടു, അതിനുശേഷം കടുക് വറുത്തു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടു, പച്ചമുളകും സവാളയും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരട്ടെ. ഇപ്പോൾ ഏതാണ്ട് വഴണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് മുമ്പ് വേറെ ചാനലുണ്ടായിരുന്നു കേട്ടോ, PHD വ്ളോഗ് എന്ന് പറഞ്ഞിട്ട്. ആ ചാനൽ കട്ടായി പോയി. അതിന് ശേഷം തുടങ്ങിയതാണ്. അപ്പോൾ കാണുന്നത് ആരാണെങ്കിലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ് ചെയ്യണം. പിന്നെ ഇത് ഏതാണ്ടായി വരുന്നുണ്ട്. കുറച്ചുകൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് മസാല ഇടണം, പിന്നെ തക്കാളി വഴറ്റണം. ആ കാര്യങ്ങളിലേക്ക് പോകാം. സവാള അങ്ങനെ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാവേ. നമ്മളിപ്പോൾ മസാലകൾ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഇത്രയാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മസാല നന്നായി മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. മസാല മൂത്ത് വന്നതിന് ശേഷമാണ് നമുക്ക് തക്കാളി ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാല അങ്ങനെ ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുഞ്ഞുങ്ങ അരിഞ്ഞ് വെച്ച ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ. ഈ ടൊമാറ്റോ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ടൊമാറ്റോ എല്ലാം കണ്ടോ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച് സോയ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സോയ ഈ അരപ്പുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നമ്മൾ ചിക്കൻ കറി വയ്ക്കുന്ന സമയത്ത് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കുന്നത്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ. ഇപ്പോൾ സോയ നന്നായിട്ട് അരപ്പുമായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് കണക്കാക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരണം. ആ പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് ഉപ്പ് ഞാനിപ്പോൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് അന്നേരം ചേർത്ത് കൊടുക്കാം. സോയ വേവിക്കാൻ നേരത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, സവാള വഴറ്റാൻ നേരത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് നോക്കാം, ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ കറി ഓക്കെ ആയിട്ടുണ്ട്, റെഡിയായി. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് ഗ്രേവിക്കായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.